ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീട്ടിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നക്ക് നാലാമത്തെ ദിവസമാണ് ഹോസ്പിറ്റലിലുള്ളത്. സർജറി വന്ന അന്ന് തന്നെ ചെയ്ത്. പിന്നെ നിലവിലെ സാഹചര്യം ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. നമ്മളത്ര ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ ചിലർക്ക് മറുപടി കൊടുക്കാൻ പറ്റുന്നുണ്ട്, എല്ലാവർക്കും മറുപടി കൊടുക്കാൻ കഴിയുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഉമ്മയുടെ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ഡ്രസ്സ് ഇന്നലെ കഴിച്ച് നോക്കിക്കണം. അത് ആ മാവിട്ടത് അയച്ച് നോക്കിയപ്പോൾ തുന്നിൽ കുഴപ്പങ്ങളൊന്നും ഇതുവരെ അല്ല. പിന്നെ അത് വീണ്ടും മാവിട്ട് ആക്കിയിട്ടുണ്ട്. ഏകദേശം ഒരു 1-2 മാസത്തിൻ്റെ അടുത്തിലെ അങ്ങനെ കാലനക്കാതെ വെക്കണം. പിന്നെയും കഴിഞ്ഞിട്ടും പറ്റൂല എന്നാണ് പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ പറ്റിയ, കാരണം ഉമ്മക്ക് ഷുഗർ കാരണമാണ്. ഇപ്പോൾ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കാലത്ത് അറിവിനനുസരിച്ച് ഇമ്മയുടെ ഷുഗർ എങ്ങനെ കുറക്കേണ്ടത് നമുക്ക് ആ രീതി അറിയാം. വന്നപ്പോൾ 460 ഷുഗർ ഇന്ന് 130 എത്തിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മളെ നോട്ടം കൊണ്ട് തന്നെയാണ് ഇൻഷാ അല്ലാഹ്. പിന്നെ ഭക്ഷണ രീതിയാണ് മെയിനായിട്ട് അല്ലേ? അതൊക്കെ മനസ്സിലായില്ലേ നമ്മളെ ഭക്ഷണ രീതി എങ്ങനെ അമ്മക്ക് കൊടുക്കുന്നത്. ഈ തന്നെ ഞാൻ വീട്ടിലെത്തിയാലും ഈ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. എനിക്ക് ഏറ്റവും സങ്കടം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉമ്മക്ക് ഇപ്പം നീച്ച് നടക്കാത്ത ബുദ്ധിമുട്ടാണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഉമ്മക്ക് ഒരു ബാത്റൂം പോകാനും കൂടി പറ്റുന്നില്ല. ഒരാളെ സഹായം, എനിക്ക് ആ സഹായം ഉണ്ടെങ്കിൽ ഇപ്പോൾ കാല് കുത്താൻ പറ്റൂല. മോശം ബാത്റൂമിലൊക്കെ പോയിട്ട് 3-4 ദിവസമായി. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് കസാല എന്താ കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റാക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇൻഷാ അല്ലാഹ്. ഇപ്പം നമുക്ക് കാണുന്നത് മാറ്റി കെട്ടിയതല്ല, ഇങ്ങനെ നന്നായി നല്ല കട്ടിയിൽ കെട്ടിയിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിലേക്ക് പോകുകയല്ലേ, ഇത് എടുത്ത് വെക്കരുത് നീ. അതായത് ഇതുകൊണ്ട് നടക്കാത്ത രീതിയിലാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഉമ്മ ക്ഷീണമൊക്കെ മാറിയോ? പിന്നെ നിലവിൽ ഷുഗർ ഇപ്പം നമ്മൾ കുറച്ച് കൊണ്ടുവന്ന് നമ്മൾ ഭക്ഷണ രീതി കാരണം. ഞാൻ എന്താ പറയുക, ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് ഇപ്പം ഇങ്ങനെ നമുക്ക് ഇറങ്ങാറും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. കാരണം മാനസികമായിട്ടും ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ശരീരം നമ്മളിങ്ങനെ വരിക പോകുക അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഈ ഏരിയയിൽ നമ്മൾ ഒരുപാട് ആൾക്കാർ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. അവർ കമൻറ്റ് ഇടുന്നുണ്ട്, എന്താണ് അമ്മയുടെ ഇത് കുറഞ്ഞോ, അമ്മക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകളെ പ്രാർത്ഥന കിട്ടുന്നുണ്ടല്ലേ തസ്ലിയ? മെയിനായിട്ട് കമൻറ്റ് ബോക്സ് കണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ സ്നേഹം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതൊക്കെ മാറും. ഇപ്പം നിലവിൽ ഉമ്മയുടേത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ് വരുന്നുണ്ട്. ഇനി കുറയട്ടെ. എന്തിനാ കരിയാണ്? നീച്ച് നടക്കാൻ ചെറിയൊരു പ്രയാസം ഉണ്ടാവും കുറച്ച്, പിന്നെ അത് ശരിയാവും. ഇപ്പം ഉമ്മാക്ക് വിഷമം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നോട് ഇന്നലെ ഇമ്മ ഇത്രയും കാലം ദുആ ചെയ്തത് എന്താ അറിയോ? എന്താണ് കഥ? എന്താ കേട്ടിരുന്നോ? ഒരാഴ്ച മുമ്പ് എന്താ പറഞ്ഞത്? ഒരാളിന് ബുദ്ധിമുട്ടിക്കാണ്ട് ഉമ്മാന്റെ ഒരു ഉമ്മയായിട്ട് ചെയ്യട്ടെ. എന്താ ചെയ്യാ, കുഴപ്പമൊന്നുമില്ല. എന്നാലും വേണ്ടില്ല, ഇത്രയൊക്കെ ആയല്ലോ, ഇങ്ങനെ ആയല്ലോ, ഇനി കുറെയൊക്കെ സമാധാനം കിട്ടിക്കോളും. ഈ കാര്യമൊന്നും വേണ്ട. പിന്നെ ഇമ്മാനെ നമുക്ക് ഞങ്ങളുണ്ടല്ലോ, പിന്നെ എന്തിനാ? അതിൻ്റെ ആവശ്യമില്ല. അവിടെ അതിൻ്റെ ആവശ്യമില്ല. എന്തായാലും കുറേയൊക്കെ ആശ്വാസം ഉണ്ട്. ആശ്വാസം എന്ന് പറഞ്ഞാൽ വേദന, ഇന്നലെ നല്ല വേദന ഉണ്ടാവുന്നല്ലേ? അത് ഞാൻ കണ്ടിരുന്നു. ഞാൻ സിസ്റ്റർ വിളിച്ചോളുന്നു. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ മരുന്ന് കൂടുതലും നമുക്ക് കൊടുക്കാൻ പറ്റൂല. ഈ ഇതിൻ്റെ അസുഖം കാര്യങ്ങളൊക്കെ ഉണ്ടാവുകൊണ്ട് ഒക്കെ റെഡിയാക്കി വെച്ചുകൊണ്ടിട്ടില്ലേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കാൻ കാരണം ഞാൻ ഡിസ്ചാർജ് ചോദിച്ചു വാങ്ങിച്ചു അല്ലേ. 3-4 ദിവസമായില്ലേ. അപ്പോൾ പിന്നെ ഓപ്പറേഷൻ സർജറിയും കാര്യങ്ങളൊക്കെ കുറച്ച് എക്സ്പെൻസീവായി. പിന്നെ ചോദിച്ചു പഠിക്കാൻ നമ്മുടെ അടുത്ത് വീടായത് കൊണ്ടും പിന്നെ ഡോക്ടർ ഇനി വരാൻ പറഞ്ഞത് കൊണ്ടും ആണില്ലേ. പിന്നെ അയറുണ്ട് ഇവിടെ. അയറിൻ്റെ അമ്മ രാത്രി ഫുൾ ഇവിടെ ഒക്കെ നിന്നിരുന്നു. അപ്പോൾ പിന്നെ വീഡിയോയിൽ വരില്ല. വീഡിയോയിൽ വലിയല്ലേ, വീഡിയോയിൽ വരാൻ ഇഷ്ടമല്ലല്ലേ? അങ്ങനെയല്ല. അപ്പോൾ ഇടയ്ക്കുള്ള വരിക, അതുകൊണ്ടാണ് ഇവിടെ ഉണ്ടാകുന്നു. ഇനിയിപ്പോൾ കുറച്ച് അതിനപ്പണ് വരും. അവൾ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ചില ആളുകൾ ചോദിക്കുന്നുണ്ട് ഓളെവിടെ ഓരോ എല്ലാ ഇവിടെ ഉണ്ട്. പക്ഷേ വീഡിയോയിൽ അവളോട് നിൽക്കാൻ പറഞ്ഞാൽ അവൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണില്ലേ, വേറെ ഒന്നുമല്ല. പിന്നെ അതായത് അങ്ങനെ എനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ വീഡിയോയിൽ നിൽക്കാൻ? അവൾക്ക് ഇഷ്ടമാണ്. പിന്നെ അപ്പോൾ ഡിസ്ചാർജ് ആവുകയാണ് ഇന്ന്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, ഇനി വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ബെഡ് പെയിൻ വാങ്ങുന്നുണ്ട്. ബെഡ് പെയിൻ നമുക്ക് മനസ്സിലായില്ലേ? നമ്മൾ പാത്രം ഇങ്ങനെ വെച്ചിട്ട് മൂത്രയിക്കാൻ, അല്ലാതെ ട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ റിസ്ക്കാണ്. ട്യൂബ് ഇട്ട റിസ്ക്കാന്ന് പറയാൻ കാരണം എന്താ പറയുക തസ്ലിയ?
ട്യൂബ് കൊണ്ട് ഇൻഫെക്ഷൻ റിസ്ക് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ട്യൂബ് യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇനിയും വരണം. അപ്പോൾ നമ്മൾ ബെഡ് പെൻ വാങ്ങിയ ബെഡ് പെൻ നിങ്ങൾക്ക് അറിയുമോ? നിങ്ങൾക്ക് അതിലൊരു പാത്രമാണ്, അതായത് ജെസ്സിക്കൊക്കെ ഉപയോഗിച്ചിരുന്ന എനിക്ക് നല്ല പരിചയമുണ്ട്. അപ്പോൾ അതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂറിൻ പാസ് ചെയ്യാനൊക്കെ അങ്ങനെ കഴിയും. പിന്നെ ടോയ്ലറ്റിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ കസാല ഉണ്ടല്ലോ, മറ്റേ കസാല മോശം പാസ് ചെയ്യുന്ന കസാല ഉണ്ട്, അത് വാങ്ങിക്കുക. അല്ലെങ്കിൽ ആരൊക്കെയും ഉണ്ടെങ്കിൽ നമുക്ക് അത് ചോദിച്ച് മേടിക്കട്ടില്ലേ അപ്പോൾ ഓരോട് ആരൊക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതെന്തായാലും വാങ്ങണം, മുടി ശരിയായിക്കോളെ. അപ്പം അങ്ങനെയൊക്കെയാണ് കരുതുന്നത്. ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട. ടെൻഷൻ ആയിക്കഴിഞ്ഞാൽ ഷുഗർ കൂടും. ഷുഗർ കൂടി നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പം ഷുഗർ ഞാൻ കുറച്ച് കണ്ടില്ലേ? നിങ്ങൾക്ക് എന്തൊക്കെയാണ് തന്നത്? 3 നേരം ചപ്പാത്തിയും കോഴിമുട്ടൻ്റെ വെള്ളയും കേട്ടോ. അതാണ് ഇപ്പം ഷുഗർ ഉള്ളവർക്ക് നമ്മളൊരു അഡ്വൈസ് തരാം. ഷുഗർ പെട്ടെന്ന് കുറയണമെന്നുണ്ടെങ്കിൽ 3 നേരം നിങ്ങളെ വീട്ടിൽ എണ്ണ ഒന്നും ഉപയോഗിക്കാത്ത ചപ്പാത്തിയും അതുപോലെ കോഴിമുട്ടൻ്റെ വെള്ള, പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കന് പിഴിങ്ങിയിട്ട് കഴിക്കാം. ഇതൊന്നും വല്ലാണ്ടൊന്നും യൂസ് ചെയ്യാതെ. അതാണ് ഞാൻ അമ്മക്ക് കൊടുത്തത്. അത് ഞാൻ കുറേ കാലത്തെ എൻ്റെ എക്സ്പീരിയൻസും അല്ലേ. ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഉമ്മാക്ക് ഞാൻ എന്താ തന്നിരുന്നത്? ചപ്പാത്തിയും കോഴിമുട്ടൻ്റെ വെള്ളയും. ഒരു കറി പോലും ഞാൻ ഉപയോഗിക്കാൻ അയക്കൂല. ചിക്കൻ ഈ കൊടുക്കുകയാണെങ്കിൽ തന്നെ വേവിച്ചിരുന്ന് കണ്ടില്ല, കഷ്ണം മാത്രം കൊടുക്കാൻ പറഞ്ഞത്. അതുപോലെ മീനാണെങ്കിൽ മീൻ മാത്രം വെള്ളം അധികം എന്താ പറയുക ഓയിലധികം നല്ല വേവിച്ചിട്ട് അതായത് കറിയാക്കിയിട്ട് കഷ്ണം മാത്രം കഴിക്കുക അല്ലേ. അങ്ങനെ ചെയ്തപ്പോൾ കുറേ ആശ്വാസം കിട്ടി. എന്തായാലും വേണ്ടില്ല, എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തി. അപ്പം ഇന്ന് ഡിസ്ചാർജ് ചെയ്ത് പോവുകയാണ് അല്ലേ. ചവിട്ടാനാവണം എന്നുണ്ടെങ്കിൽ ഉമ്മ കുറച്ച് മാസങ്ങളോളം കഴിയണം. അതുവരെ ഉമ്മ കാല് തൂക്കിയിട്ട് ചെയ്യരുത്, കാല് നിലത്ത് വെക്കുകയും ചെയ്യരുത്. ഈ കടത്തം തുടരണം. കടത്തം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യണം. കാല് മറ്റേ കാലും പിന്നെ അതേപോലെ ഈ വെയ്യാത്ത കാലിൻ്റെ മുട്ട് വളപ്പൊക്കെ ചെയ്യണം. ഫിസിയോതെറാപ്പി പറഞ്ഞത് ഓർമ്മയില്ല നിങ്ങൾക്ക്? അപ്പം മറക്കണ്ട. അപ്പം നിലവിൽ ഫുള്ള് ഇട്ടുകൊണ്ടോ, അത്രയൊക്കെ ഇട്ടിട്ടുണ്ട്, ഇതാക്കി മാറ്റണ്ട. അപ്പോൾ അത്രയും ഇട്ടിട്ടുണ്ട്. എന്തായാലും സുഖമാവാൻ നിങ്ങളൊക്കെ ദുആ ചെയ്യുന്നുണ്ട് എന്നറിയാം അല്ലേ അമ്മ? ഒന്നുകൂടി ഇനി ഉമ്മാക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുക. ഇത് ഇപ്പോൾ ഇത്രയും വല്ല വന്നിട്ടുണ്ട്, ഇതിന് നിൽക്കട്ടെ, ഇനി ഒരു ബുദ്ധിമുട്ടും വരാതിരിക്കട്ടെ. കാരണം ഹോസ്പിറ്റലിൽ പോന്നിട്ടില്ല. പക്ഷെ അത് നമുക്ക് വിധിച്ചത് നമുക്കേ കിട്ടും. പഠിച്ചോൻ്റെ ഒരു പരീക്ഷണമാണ്, നമ്മളിത് അതിജീവിക്കണം. എന്തായാലും പഠിച്ചോൻ നമ്മളെ പരീക്ഷിക്കുന്നത് നമ്മൾ അത്രത്തോളം ഇഷ്ടം കൊണ്ടാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇതൊക്കെ തരണം ചെയ്യണം. കാരണം നമുക്കതൊക്കെ നമ്മൾ ഇതിൽ എഴുതിയതാണ്. എന്തായാലും ഇത്ര ഉള്ളതായത് എന്ന് കരുതി അൽഹംദുലില്ലാഹ് എന്ന് നമുക്ക് പറയാം. ഇതിപ്പോൾ നമുക്ക് ചികിത്സിച്ച് മാറ്റിയാൽ മാറും. ചിലവുണ്ടെങ്കിൽ നമുക്ക് നല്ല പഠിച്ചം തന്നിട്ടുമുണ്ട്, തരാതില്ലല്ലോ അത് ചെയ്യണത്. അല്ല തസ്ലിയെ, നമ്മളതിനുള്ള കച്ചവടം കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ സെറ്റാണ് അൽഹംദുലില്ലാഹ് എന്ന്. അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. എന്തായാലും പഠിച്ചു ഇനി ബുദ്ധിമുട്ടില്ലാണ്ടിരിക്കട്ടെ. ദുആ ചെയ്യുക എല്ലാവരും. എന്താണ് എനിക്ക് പറയാനുള്ളത്? സ്കൂളിൽ പോയിട്ടില്ല. ഓളും ഉമ്മയും ഇവിടെ, ഞാനും ഇവളും മറ്റേ തസ്ലിം ഇവിടെ തന്നെ. എൻ്റെ അമ്മമാനെ നോക്കുന്നുണ്ടോ? നോക്കുന്നുണ്ടോ? അപ്പം അമ്മമാനെ നോക്കാൻ കൊണ്ടുവന്നതാണ്. പിന്നെ അപ്പോൾ ഞങ്ങൾ ഡിസ്ചാർജ് ആയിട്ടുണ്ട്, വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇനി വീട്ടിലെത്തിയെന്ന് പറഞ്ഞാൽ അമ്മ ഇതേമാതിരി, അതായത് വീൽ ചെയറിൽ ഇരിക്കാൻ കഴിയില്ല, ട്രോളിയിൽ തന്നെ കൊണ്ടുപോയിട്ട് അതിൽ വണ്ടിയിൽ കടത്തിയിട്ട് കാല് വളക്കാതെ അനക്കാതെ വേണം കൊണ്ടുപോകാൻ, അവിടെ ഇറങ്ങിയിട്ട് പിന്നത്തെ മതി ബാത്റൂമിൽ പോകേണ്ട. ഞാൻ പറഞ്ഞല്ലോ, കസാല ഇവിടെ ഇങ്ങനെ ഇപ്പോൾ ഇവിടെ നീച്ചാൽ ഇവിടെ വെച്ചിട്ട് കാല് നീട്ടി വെക്കുക. അതുപോലെ മൂത്രയിക്കാനൊക്കെ ആണെങ്കിൽ ബെഡ് പെയിൻ വെച്ച് കൊടുക്കുക. അങ്ങനെയൊക്കെ നമ്മൾ കരുതിക്കണം ഇൻഷാ അല്ലാഹ്. എന്തായാലും പഠിച്ചോൻ പെട്ടെന്ന് മാറ്റി തരട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും. വിവരങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻഷാ അല്ലാഹ് നമ്മളെ കട വൈകാതെ അല്ലേ, കടയില്ല, അതായത് നമ്മളിനി ഓൺലൈനാണ് ചെയ്യുന്നത്. ഇനി കടയിൽ എന്നാൽ ചിലപ്പോൾ സാധനം ഇനി കിട്ടൂല. കാരണം നമുക്ക് തസ്ലി എല്ലാവർക്കും ഉമ്മാനെ നോക്കാൻ ഇപ്പോൾ 2 ആൾ എന്തായാലും വേണം. പിന്നെ നമുക്ക് വീഡിയോ നമ്മൾ ഇടും. അപ്പോൾ അതിന് ഓൺലൈനിൽ മാത്രമല്ല നമുക്ക് ഡെലിവറി എടുക്കാൻ കഴിയല്ലേ. ഷോപ്പിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒന്നും ആയിട്ടില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് ആലോചിച്ചിട്ട് അതിനനുസരിച്ച് ചെയ്യാം അല്ലേ. ഓക്കെ, അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.